ഹായ് ഫ്രണ്ട്സ്, ഈ സ്ഥലം എവിടെ നിങ്ങൾക്കറിയോ? ഇതാണ് എടവണ്ണപ്പാറ, വായക്കാട് റോട്ടിൽ കോലോത്തും കടവ് കേട്ടോ. ഈ കോലോത്തും കടവ് എന്ന് പറഞ്ഞിട്ടുള്ള അവിടെയാണ്. ഇത് എവിടെയാണ് ആമ്പൽ ഒരുപാട് വിരിഞ്ഞിരിക്കുന്നുണ്ട്. അതാണ് ഞങ്ങൾക്കും കിട്ടി 2 ആമ്പൽ. അപ്പം നമുക്കത് കയറാൻ വേണ്ടി ഞങ്ങൾ നിൽക്കുകയാണ്. പക്ഷെ അവിടെ ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാരവിടെ വന്നിട്ടുണ്ട് കേട്ടോ. കാരണം അവിടെ 6 മണിക്ക് എത്തണം. എന്നാൽ പിന്നെ കുഴപ്പമില്ല, വെയിലൊന്നും ഇല്ലാതെ തന്നെ നമുക്കൊരുപാട് പൂക്കൾ വിരിഞ്ഞതും കാണാം. കാരണം അവിടെ 6 മണിക്കൊക്കെ വന്നാൽ ഒരുപാട് പൂക്കൾ വിരിഞ്ഞിരിക്കണ കാണാം കേട്ടോ. പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് 7 മണിക്ക് പോയി 8 മണി ആയപ്പോഴത്തേന് അവിടെ എത്തി. ബസ് കിട്ടി, അവിടെ എത്തി. ഞങ്ങൾ പിന്നെ എടവണ്ണപ്പാറയിൽ നിന്ന് ഒരു 50 രൂപ കൊടുത്ത് ഓട്ടോ വിളിച്ച് ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോഴത്തേന് ക്യൂ നിൽക്കുകയാണ് കേട്ടോ ഓരോരുത്തർ. അപ്പോൾ 2 ദിവസം ആളുകളെ മാത്രമേ കയറ്റുന്നുള്ളൂ. ഏറിപ്പോയാൽ 3 ആൾക്ക് പോവാം. അപ്പോൾ ഒരാൾക്ക് 50 രൂപയാണ്. അതിൽ കയറിയിട്ട് അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി വീഡിയോസൊക്കെ എടുത്ത് പോരുന്നതിന് കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടുണ്ട് സുഹറ വ്ളോഗ്സ്, അവളും ഞാനും കൂടി പോയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ആളുകൾക്ക് കയറാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കയറാനായിട്ടുമില്ല. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഭയങ്കര വെയിലും, കാരണം 8 മണി ആയപ്പം ഭയങ്കര വെയിലും ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് പൂക്കൾ പറിക്കാനൊരു ഇതൊന്നും അവിടെ ഇല്ല കേട്ടോ. പറിക്കാൻ പറ്റൂല. നല്ലവണ്ണം ദേഷ്യപ്പെടും കേട്ടോ അവർ. പൂക്കൾ പറിച്ചിട്ട് അവിടെ നിന്ന് കുറച്ച് ആൾക്കാർ, ഒരു വീട്ടുകാർ തോന്നുന്നുണ്ട് വരുന്നത്, ഒരുപാട് പൂക്കൾ അപ്പുറത്തെ പാടത്തുനിന്ന് ഒരുപാട് ഒരു 50 പൂവൊക്കെ അവർ പറിച്ചെടുത്തിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഇവരിത് കണ്ടപ്പോൾ ഇവർ നല്ലവണ്ണം ചൂടാണ്ടിട്ടുണ്ട് കേട്ടോ. അത് പറിക്കാൻ പറ്റില്ല. കാരണം ആളുകൾ വെയിറ്റ് ചെയ്യാണ്. 10 മണി ആയാൽ പൂക്കൾ ഫുള്ള് വാടി പോകും. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ അവിടുന്ന് എല്ലാവരും ഇത് കാണിച്ചു കൊടുത്തിട്ട് വേണം ഇവർക്ക് ഇങ്ങോട്ട് ഓരോരുത്തർ ഇങ്ങനെ ചുറ്റിക്കറക്കി ഇങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് ഈ പൂക്കൾ കാണാനാണ് അത്രയും ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ വന്നത്. അപ്പോൾ ഇവർ ഇപ്പുറത്ത് പോയിട്ട് ഒരുപാട് പൂക്കളൊക്കെ പറിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമുക്കും വരുന്നവർക്കും വേണ്ടേ പൂക്കളൊക്കെ, നമുക്ക് മാത്രം കണ്ടാൽ പോരല്ലോ. അപ്പോൾ ഞാൻ പറിക്കട്ടെ എന്ന് ചോദിച്ചു. ഒന്ന് പറിക്കട്ടെ ചോദിച്ചപ്പോൾ ഒന്ന് പറിക്കാൻ പറ്റൂല, നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് 2 എണ്ണം കയ്യിൽ തരുന്നുണ്ട്. അതുപോലെ നമുക്ക് തരുന്നുണ്ട് കേട്ടോ. പൂക്കൾ നമുക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്, കയ്യെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തരുന്നുണ്ട്. അതന്നെ നമുക്ക് എമ്പാടും മതി കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒക്കെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഇതുപോലെ വീഡിയോസൊക്കെ എടുത്തിട്ടോ. ഞങ്ങൾക്ക് 2 എണ്ണം കിട്ടിയുള്ളൂ. അപ്പോൾ എനിക്ക് പറിക്കാനൊരാഗ്രഹം. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ പറിക്കണ മാതിരി വെള്ളത്തിൽ വന്നാൽ തണ്ട് വെച്ചിട്ട് അങ്ങോട്ട് എടുത്താളി, എന്നാലും പറിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ പറിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ ഇപ്പുറത്തുനിന്ന് ആളുകൾ ഇങ്ങനെ പറിക്കണമൊക്കെ ഉണ്ട്. പക്ഷേ അത് അവർ കണ്ടതിൻ്റെ ശേഷം പിന്നെ അവർ 50 അല്ല 50-ലേറെ ഉണ്ടായി അവരെ കയ്യിൽ. അപ്പോൾ അതും പിടിച്ച് ഓരോ വീട്ടിലേക്കൊക്കെ പോയി. അപ്പോൾ അവർ പറയണത്, ഇതെന്താ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കാര്യമുണ്ടോ? ഒന്നുമില്ല, കാരണം അത് വീട്ടിലെത്തുമ്പോഴത്തേന് തന്നെ വാടും. അത്രക്കും ഞങ്ങളെ കയ്യിൽ നിന്ന്, ഞങ്ങളെ കുറച്ച് അപ്പുറത്തെത്തിയപ്പോൾ ഞങ്ങളത് കയ്യിൽ നിന്ന് വാടി പോയിട്ടുണ്ട്. പിന്നെ 10 മണിയാകുമ്പോൾ തന്നെ ഇത് വാടി പിന്നെ പോകും. അപ്പോൾ അതിൻ്റെ മുന്നേ ആളുകൾക്ക് ഫുള്ളായിട്ട് ഇത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അത്രയും ആൾക്കാരവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. ആകെ 3 തോണിയാണ് അവിടെ ഉള്ളത്. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് 50 രൂപയുണ്ട് ഓരോരുത്തർക്ക്. ഞങ്ങൾ പിന്നെ ഒക്കെ ചെയ്ത് അതിലാണ്ടൊക്കെ പോയി വീഡിയോസൊക്കെ എടുത്ത് നല്ല അടിപൊളി വൈബാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇതിലേറെ പൂക്കളുണ്ടായിന്ന് പറഞ്ഞു. അതിങ്ങനെ വാടിയതാണെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ പറിക്കുന്നുണ്ട്, ഓരോന്നെങ്കിലും പറിക്കണുണ്ടല്ലോ ആളുകൾ. അപ്പം പറഞ്ഞ് അതൊക്കെ കുറയാണല്ലോ, നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് വരുമ്പോഴേക്കും പൂക്കൾ കുറയണമുണ്ട്, അതുപോലെ തന്നെ വാടണമുണ്ട്, ചിലതൊക്കെ വിരിയണമുണ്ട് കേട്ടോ. 10 മണി വരെ ഉള്ളൂ. അത് 10 മണി കഴിഞ്ഞാൽ അത് വാടിപ്പോവും. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അങ്ങനെ ഞങ്ങൾ അതിൽ കയറി നല്ലോണം എൻജോയ് ചെയ്ത്. എൻ്റെ ഫ്രണ്ട് സൂറയാണ് ഈ കാണുന്നത്. ഇത് എൻ്റെ വീടിൻ്റെ നാട്ടിൽ തന്നെ, ഞങ്ങൾ അരീക്കോട് മൈത്രയാണ് ഇവരെ വീട്. ഇവർക്കൊരു ഇതുണ്ട്, ചാനലുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് മടങ്ങുകയാണ് കേട്ടോ. അതിലാണ്ടൊക്കെ ചുറ്റിക്കറങ്ങി മടങ്ങി ഞങ്ങൾ 50 രൂപ അവരെ കയ്യിൽ കൊടുത്ത് ഒക്കെ ചെയ്ത് കണ്ടില്ലേ. ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ ഇത്ര നല്ല പൂക്കൾ ഉണ്ടായിരുന്നത്, നല്ലവണ്ണം വിരിഞ്ഞ് നിന്നീനി. പിന്നെ ഇതിപ്പോൾ ഞങ്ങൾ തന്നെ 9 മണിയായിരുന്നു കയറിയപ്പോൾ. 8 മണിക്ക് അവിടെ എത്തിയിട്ട് 9 മണിക്കാണ് ഞങ്ങൾ കയറണത്. അപ്പം അത്രയും ആളുകൾ ക്യൂ നിൽക്കണമുണ്ട്. അപ്പം ചിലവർ തിരക്ക് കൂടുന്നുണ്ട്. പിന്നെ ഞങ്ങളാണ് ആദ്യം വന്നത്, നിങ്ങളല്ല ഞങ്ങൾ വന്നത്, അങ്ങനെയൊക്കെ ഓരോരുത്തർ പറയണമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും ആരും ശ്രദ്ധിക്കണില്ല. ആരാണോ മുന്നിക്കെത്തണേ അവർ കയറും കേട്ടോ. അപ്പം അങ്ങനെ ഇതാ ഞമ്മക്കും കിട്ടി പൂവ്. ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പോകട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ കാണുമ്പോൾ ഇത് കൂടുതൽ ഫുള്ളായിട്ട് കാണുന്നില്ല കേട്ടോ. പക്ഷേ നമ്മളേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്കിത് പിന്നെ പൂക്കളെ ഭംഗി ആസ്വദിക്കാൻ കഴിയുന്നത്. ദൂരെ നിന്നിട്ട് നമുക്ക് ഭംഗി ആസ്വദിക്കാൻ കഴിയില്ല. കാരണം വെയിലുകൊണ്ട് പൂക്കൾ അത്ര ഇങ്ങോട്ട് ക്ലിയറായിട്ട് കാണാൻ കഴിയുന്നില്ല.
അപ്പം നമ്മൾ അടുത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഇതുപോലെ തെളിഞ്ഞ് നിന്ന് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. കണ്ടാൽ അങ്ങോട്ട് പറിക്കാൻ തോന്നുന്നുണ്ടോ, കാരണം ഞാൻ പറിക്കാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ പറിക്കാൻ സമ്മതിച്ചില്ല. പറിക്കാൻ പറ്റൂല, ഒന്നായാലും പറിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ്. കാരണം ആവശ്യത്തിന് നമുക്ക് പൂ പോലെ തരുന്നുണ്ട് കയ്യിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പം എന്തിനാ, പിന്നെ അത് വാടി പോവുകയും ചെയ്യും, പിന്നെ ഇത് തിന്നാനും പറ്റൂല, ഒന്നിനും പറ്റൂലല്ലോ. പക്ഷെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് പിന്നെ 2-3 മാസമായി അവിടെ ഇങ്ങനെ ഉണ്ടായിട്ട്. ഇന്നിപ്പം ഈ ഡിസംബർ ലാസ്റ്റാണ് ഇപ്പോൾ ഇതിൻ്റെ ഇത് കഴിയും. ഡിസംബറിൽ ഇത് കഴിയും കേട്ടോ. കാരണം ഈ ഒരു മാസം കൂടിയേ ഉള്ളൂ ഈ ഫ്ലവറിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ കഴിയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഇതുപോലെ ഇനി അടുത്ത വർഷമൊക്കെ ഉണ്ടാവുമായിരിക്കും. കാരണം ഞാനിതിൽ തണ്ടയിൽ വെച്ചിട്ട് പറിക്കണ മാതിരി കാണിക്കാൻ എന്നോട് പറഞ്ഞത്, അല്ലാതെ നിങ്ങൾ ഒരിക്കലും പറിക്കല്ലേ എന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ പറിക്കാനൊന്നും ഞാൻ നിന്നില്ല. പിന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പം എവിടെ ഇത് സ്ഥലം എന്നറിയോ, അരീക്കോട്ടിൽ നിന്ന് എടവണ്ണപ്പാറ ഞങ്ങൾ ഇറങ്ങിയിട്ട് എടവണ്ണപ്പാറ നിന്ന് വായക്കാട്ടിക്ക് ബസ് ഓട്ടോറിക്ഷ കോലോത്തും കടവിലാണ്. പിന്നെ ഇതേമാതിരി തന്നെ ആമ്പൽ വേറൊരു സ്ഥലത്തുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നടന്ന് പോയിട്ട് കുറച്ച് റീൽസൊക്കെ എടുത്ത് നടന്ന് അങ്ങനെ പോയപ്പം അവിടെ കണ്ടു. പക്ഷെ അവിടേക്കുള്ള വഴിയില്ല. പിന്നെ ഒരു കവുങ്ങും തോട്ടമൊക്കെ ഉണ്ട്, അതിലാണ്ട് മാത്രമാണ് വഴിയുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ അവിടെയുണ്ട് നല്ല ഫ്ലവർ വിരിഞ്ഞ് നല്ലോണം നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ പോവുകയാണ്, വീട്ടിലേക്ക് പോവുകയാണ്. വഴിയിലൂടെ നടന്ന് പോവുകയാണ് റോട്ടുമ്മ കൂടെ. കാരണം ഞങ്ങൾ അറിഞ്ഞ് ഓട്ടോ ഒന്ന് വിളിക്കണ്ട, നമുക്കങ്ങനെ നടന്ന് റീൽസൊക്കെ എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ കണ്ടത് ചെറിയൊരു കുളം പോലെയാണ് കേട്ടോ. ആ കുളത്തിലാണ് കേട്ടോ ആ ആമ്പലുള്ളത്. പക്ഷേ അവിടെ ആർക്കും പറിക്കാനൊന്നും കഴിയില്ല. കാരണം എന്താ വെച്ചാൽ അങ്ങോട്ട് വഴിയില്ല. പിന്നെ ഒരു തെങ്ങിൻ്റെ തോട്ടമുണ്ട്, തെങ്ങും തോട്ടം. ആ തെങ്ങും തോട്ടത്തിൽ കുറച്ച് ഒരു ചെറിയൊരു വഴി ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അതിലോട്ട് പോകാൻ നമുക്ക് പേടിയാണ്. അപ്പോൾ ആ കാണുന്നത് ഇങ്ങനെ നോക്കുമ്പോൾ ആ ഫ്ലവർ അത്ര ഭംഗിയായിട്ട് തോന്നണില്ല കേട്ടോ. നമുക്ക് അടുത്ത് ചെല്ലുമ്പോഴാണ് അതിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയുക. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്, ഇനി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നടന്ന് പോവുകയാണ്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ എടവണ്ണപ്പാറയ്ക്ക് ഞങ്ങൾക്ക് ബസ് കിട്ടി. എടവണ്ണപ്പാറയിൽ നിന്ന് ബസ്സിൽ കയറി ഞങ്ങൾ അരിയോട്ടേക്ക് കയറി പിന്നെ നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പോന്നുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ ഇതൊരു വാസനയൊന്നുമില്ല, വേറെ ഒരു പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് താമരൻ്റെ ഒരു ഇതായി കളറൊക്കെയാണ് കേട്ടോ. താമരൻ്റെ കളറാണ്. പക്ഷെ പെട്ടെന്ന് കാണുമ്പോൾ ഒരു താമരൻ്റെതായി തോന്നി എനിക്ക് തോന്നിയിട്ട്. അതാണ് ഞാൻ കൈ പിടിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മണത്ത് നോക്കണം അതോടെ. പക്ഷെ വാസന അല്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. കൂട്ടത്തോടെ കാണുമ്പോൾ നല്ല ഭംഗിയാണല്ലോ. കമറൊളിവല്ലേ എൻ്റെ ശബാന, പണ്ടേ ഞാനും നിനച്ചുപോയൊരു സുന്ദരനല്ലേ എൻ്റെ ബാദശാ. കണ്ടാലാരും കൊതിച്ചു. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ വിശേഷമുള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരുന്നതാണ്. ഡിസംബർ 14-ാം തീയതി ഞങ്ങൾ പിന്നെ തിരൂർ തുഞ്ചൻപറമ്പ് വെച്ചിട്ട് APJ അബ്ദുൽ കലാം സ്റ്റഡി സെൻറ്ററിൽ വെച്ചിട്ട് ഞങ്ങൾക്കൊരു പിന്നെ ഇതുണ്ടായിന്, ഒരു ആദരിക്കലുണ്ടായിന്. അതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ വരും. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബും ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഒരു വീഡിയോയുമായിട്ട് എന്തായാലും ഞാൻ വരും. അതുവരെ ബായ്. പക്ഷേ ഈ കാറിലൊരാളിരിക്കുന്നുണ്ടോ എന്നൊരു സംശയം കണ്ടിട്ടില്ലല്ലേ, ആളിരിക്കണമെന്നില്ലല്ലേ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു ഈ സംഭവം, ആ വഴിയില്ലാത്ത ആമ്പൽക്കുളം കേട്ടോ. ഇവിടെ പിന്നെ ആരും വന്ന് പറിക്കൊന്നുമില്ല. ഇവിടെ അങ്ങനെ തോണിയും കാര്യങ്ങളൊന്നുമില്ല. ഇവിടേക്ക് പ്രവേശനമില്ല, കാരണം ഇവിടേക്ക് വഴിയില്ല. പിന്നെ അപ്പുറത്ത് കൂടെ ഒരു കവുങ്ങിൻ്റെ തോട്ടമുണ്ട്. ആ കവുങ്ങും തോട്ടത്തൂടെ ഒരു വഴി ഉണ്ട് എന്ന് പറഞ്ഞ്, പക്ഷേ അതിൽ പോരാനും നമുക്ക് പേടിയാണ്. അപ്പോൾ അതൊക്കെ അവരെ നാട്ടുകാർക്ക് മാത്രമേ അതിലുള്ള വഴിയൊക്കെ പരിചയമുള്ളൂ. അപ്പോൾ ഇവിടെ ഞങ്ങൾ റോട്ടുമെന്ന് എടുത്ത വീഡിയോ ആണ് ഇട്ടത്. ഇവിടെയുണ്ട് ഒരുപാട് ആമ്പലുകളൊക്കെ. പിന്നെ വേറൊരു വീഡിയോയിൽ കാണാവുന്നത് വരെ ബായ്.